ഗൈസ്, ഐ എം ബാക്ക്. ലോകത്ത് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് തന്നെ ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ കൂടുന്ന വേറൊരു സാധനമാണ് ഈ ഗോസ്റ്റ്. അതായത് പ്രേതങ്ങൾ. വെറും ഒരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഇത് യഥാർത്ഥ സത്യമാണ് എന്ന് പോലും ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഞാനത് തേങ്ങത്തെ ഇത് പറഞ്ഞത് എന്നോട് ചോദിക്കരുത്. ബിക്കോസ് ഇൻട്രോയിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടോ, എന്നാലേ എല്ലാവർക്കും ഒരു ഇൻട്രോ ആക്കാൻ പറ്റത്തുള്ളൂ. മുടിയെല്ലാം മുറിച്ച് കുട്ടപ്പനായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ കുറെ കാലത്തിന് ശേഷം കുറച്ച് ഗോസ്റ്റ് വീഡിയോസ് റിയാക്ട് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. എല്ലാ പ്രാവശ്യം പോലെ ഇമാതിരി വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രികളിൽ മാത്രമായി. കാരണം ഈ ഗോസ്റ്റുകൾ രാത്രികളിൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. 2 MBPS ക്യാമറ CCTVയിൽ മാത്രമേ ഈ ഗോസ്റ്റിനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഗോസ്റ്റിന്റെ പ്രത്യേകതകൾ. ഇന്നത്തെ മുഴുവൻ വീഡിയോയും അണ്ടർ വെബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഗൈസ്. പിന്നെ അതൊക്കെ സ്വന്തമായിട്ട് പ്രേതപടി ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. കിട്ടുന്നത് എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വാണിംഗ് കൂടി ഉണ്ട് ഗൈസ്. ഇതിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് സത്യമാണോ അല്ലെ ഇത് ശരിക്കുള്ളതാണോ ഇല്ലാത്തതാണോ ഇമാതിരി ചോദ്യം എന്റെ അടുത്ത് ചോദിക്കരുത്. എനിക്കറിയത്തില്ല. നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നു, ആ രീതിയിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന സംഭവങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വിശ്വസിക്കുക, എനിക്ക് തോന്നുന്നത് ഞാൻ വിശ്വസിക്കും. ഒരു ദിവസം രാത്രിയിൽ ഒരു വിജനമായ വനപാതയിലൂടെ അയാളുടെ കാർ മുന്നോട്ട് നീങ്ങി. ഒരു രാത്രിയിൽ വിജനമായ കാട്ടിലൂടെ ഒരാളുടെ കാർ മുന്നോട്ട് നീങ്ങി. രാത്രിയിൽ കാറ് വിജനമായ കാട്ടിൽ കൂടെ മുന്നോട്ട് തന്നെയല്ല എന്റെ പോണ്ടത്. ബാക്കോട്ടാരെങ്കിലും കാർ ഓടിക്കോ? ആ കഥ പിന്നെ ചോദ്യമില്ല, നമുക്ക് കേൾക്കാം. ആ യാത്രയിലാണ് അയാളുടെ കാറിന്റെ ഡാഷ് ക്യാമിൽ ഒരു അമാനുഷ്യ സംഭവം ക്യാപ്ചർ ആയത്. ഓക്കെ, ഡാഷ് ക്യാമിൽ അമാനുഷികമായ എന്തോ സംഭവം ക്യാപ്ചർ ചെയ്ത്. എന്താ നമുക്ക് നോക്കാം, സൂക്ഷിച്ച് നോക്കിക്കോ ഗൈസ്. പെട്ടെന്ന് മാത്രമേ ഈ സാധനത്തിനൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കണ്ട ഗൈസ്, നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. റോഡിന് കുറുകെ ഓടി നീങ്ങിയ ആ മിസ്റ്റീരിയസ് ക്രീച്ചർ എന്തായിരിക്കും? ക്രീച്ചറിനെ ഒരിക്കലും ആർക്കും കാണാൻ പറ്റത്തില്ല. ഇമാതിരി ഡാഷ് ക്യാമിൽ പതിയുന്നത്, CCTVയിൽ പതിയുന്നത്, ജിയോ ഫോണിന്റെ 2 MBയിൽ പതിയുന്നത്, ഇതൊന്നും ഒരിക്കലും എന്താ പറയാ നല്ല ക്ലിയർ ആയിട്ട് ഇമാതിരി സാധനങ്ങൾ ഒരിക്കലും ഒരാൾക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് ഈ ഗോസ്റ്റ് സ്റ്റോറിയുടെ പിന്നിലുള്ള ഒരു പ്രത്യേക തരം രഹസ്യം. ഇതെന്ത് രഹസ്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവന്മാരെ ചെറിയ നേലും മറ്റേ വെളിച്ചോ വെള്ളോ വെട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷെങ്കിൽ ഇവരെ ക്ലിയർ ആയിട്ട് ഇന്നേ വരെ ഒരു ക്യാമറയിൽ ആർക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, വല്ല മുള്ളമന്നിയോ പെരിച്ചായോ അല്ല വല്ല പുലിയോ അല്ല വല്ല മാനോ എന്തേലായിരിക്കും. കാട്ടക്കൂടെ അല്ലേ, അങ്ങനത്തെ എന്തേലും സാധനമായിരിക്കും. ഏഞ്ചൽ എന്ന ടിക്ടോക്ക് യൂസർ ആണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോയിൽ ഡോറിന്റെ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പൂച്ചയെ കാണാം. സോ ഡോറിന് മുകളിൽ എന്താണുള്ളതെന്ന് ഇനി നോക്കാം. ആദ്യമായിട്ടാണ് കുറച്ച് ക്ലിയർ ആയിട്ട് കയ്യും തലയും കണ്ടത് ഒരു പ്രേതത്തിന്റെ. ഇതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എല്ലാവരും കുറച്ച് ക്ലിയർ ആയിട്ടെങ്കിലും കയ്യും തലയെങ്കിലും കണ്ടല്ലോ. ഇത്രയും നല്ലൊരു ക്യാമറയിൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു? സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? സ്ക്രിപ്റ്റഡ് ആയിരിക്കാം. ബിക്കോസ് ഇങ്ങനെ ഒരു തലയും കയ്യും മോളിൽ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ എടുക്കുന്ന ഇവിടെ റിയാക്ഷൻ ചെയ്തൊന്നല്ല. കുക്കിംഗ് പൈരെടുത്ത് ഷഡിലെല്ലാം തൂറി കട്ടുമ്പോഴെല്ലാം ഇങ്ങനെ പാറ്റക്കിട്ട് അവിടെ നിന്ന് ഓടി ചുമര മുകളിലോട്ട് ഓടും. അങ്ങനെ ഓടേണ്ടതാണ്. ഒരു റിയാക്ഷൻസ് ഒരു സംഭവം പോലും പുറത്ത് വരുന്നില്ല. 10 പൈസ അഭിനയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ല. വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഉണ്ടാവും തലക്ക് കുഴപ്പമുണ്ട് എന്തെങ്കിലും, വെറുതെ വിശ്വസിക്കരുത്. ഇമാതിരി ഭയാനകമായ മറ്റൊരു വീഡിയോ കൂടി ഏഞ്ചൽ തന്റെ ടിക്ടോക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എവിടെ പോയാലും ഈ പ്രേതാത്മാവ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നായിരുന്നു വീഡിയോ ക്യാപ്ഷൻ. ഏഞ്ചൽ അവരുടെ ടിക്ടോക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലും. എവിടെ പോയാലും ആ സാധനം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് പോലും. ടിക്ടോക്കിലെ വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ട് എന്തോ ചെയ്ത ഉടായ്പാണ്. ഏതാ ഈ ആത്മാവ്? അനക്കെ ആത്മാവിനെ കാണും. ഓ, മരത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇവളെന്തിനാ സെമിത്തേറിയിലൊക്കെ പോന്നേ? വയസ്സ് അവിടെ എവിടെ ഇടക്കല്ലായിട്ട് എന്തെല്ലോ സാധനമൊക്കെ കാണുന്നുണ്ട്. അതാരോ ചെറിയ ശവക്കല്ലത്, അതല്ല
അത് ഈ ആർച്ച് ഷൈപ്പുള്ള ചവക്കല്ലറ അതിന്റെ മുകളിൽ പൂച്ച കയറിയിരുന്നു. അപ്പൊ ആർച്ച് ഇങ്ങനെ മനുഷ്യന്റെ ബോഡി പോലെ അതിന്റെ മുകളിൽ തല. ഓക്കെ 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 സംഭവം എങ്ങനെയുണ്ട്? അതന്നെ അടിച്ച് കണ്ണിനാ പൊട്ടിക്കും. വേണ്ടാത്ത ഓരോന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇത് ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേതം ഭൂതം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പ്രേതം ഭൂതം എന്ന് പറയുന്ന സാധനങ്ങളെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്കും നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നേവരെ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇമാതിരി സാധനത്തിന് വിശ്വസിക്കൂല. എന്ത് പറഞ്ഞാലും ഇമാതിരി സാധനങ്ങൾ കാണുമ്പോൾ എന്നാ പിന്നെ പേടിയാവും. എത്ര ഇല്ല എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാലും കൈസ് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയാണ്. ആ പേടി കാരണം ചിലപ്പോൾ ഇല്ലാത്ത സാധനം ഉള്ളതായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ബോളറടവിലുള്ള ഒരു ടണലിനുള്ളിൽ ഒരു മിസ്റ്റീരിയസ് ക്രീച്ചറിനെ കണ്ടതായി പലരും റിപ്പോർട്ട് ചെയ്തപ്പോൾ 2023 ഇവിടുത്തെ കോളാനിയിലോ കോളാനിയിൽ ഏതോ ഒരു ടവർ തൊളേന്റെ ഉള്ളിലാ ഓരോ സാധനം കണ്ടത്. സോ ഇവൻ അതിനെ നോക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. ഇൻടു ദ വോയിഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ ആ ടണൽ എക്സ്പ്ലോർ ചെയ്യാനെത്തി. പിന്നീട് സംഭവിച്ചത് ഇതാണ്. എന്തോത്തിനാണ് ആവശ്യമില്ലാത്ത സൗണ്ട് എഫക്റ്റ്? ഐ ഡോണ്ട് ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് ആവശ്യമില്ലാത്ത സൗണ്ട് എഫക്റ്റ് ഗൈസ്. ക്രീച്ചറിനെ കണ്ടു, എന്തെങ്കിലും സാധനത്തിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരോ പട്ടാളക്കാരോ ആൾക്കാരും ഇതേപോലെ അന്വേഷിക്കാനോ ക്യാമറയും പിടിച്ച് ഒരു തോക്കും കുറച്ച് സൈന്യമൊക്കെ അതിന്റെ ഉള്ളിലേക്ക് അയച്ചാൽ എന്താ പിന്നെ ഇവർ അങ്ങനെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരന്മാർ ആരെങ്കിലും ഇങ്ങനത്തെ ക്രീച്ചറെ കണ്ടതിനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ ശാസ്ത്രജ്ഞന്മാർ ഇമാതിരി സംഭവത്തിനെ കണ്ട് നിരീക്ഷിക്കുന്ന അവന്മാർ പോലും പ്രത്യേകിച്ച് ഉത്സാഹിച്ച് ചെറുതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ആ സാധനത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയച്ചില്ല. ഇവൻ മാത്രമേ ഉള്ളൂ ലോകത്ത്, ഇവൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉള്ളിൽ കയറാൻ. ഇവൻ ഒറ്റക്ക്, അത് ഇവന്റെ കൈമിൽ ഒരു ഒറ്റ ക്യാമറ, ആ ക്യാമറയിലാണ് മര്യാദ കാണുന്നത്, ടോർച്ചിനാണ് വെളിച്ചില്ല. ഈ സാധനം എടുത്തിട്ടാണ് ഇവൻ ഇതിന്റെ ഉള്ളിൽ പോകുന്നത്. ഉടായിപ്പ് വെറുതെ വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ട്. ലോജിക്കലി ഗൈസ് നിങ്ങൾ ചിന്തിക്കും, ലോജിക്കലായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസേഴ്സ് കിട്ടും. ഇതൊന്നും ഒരിക്കലും സത്യമല്ല. ഇതൊക്കെ വ്യൂസിന് വേണ്ടി ഉണ്ടാക്കുന്ന പച്ച ഉടായ്പാണ്, പച്ച ഉടായ്പ. ഇവരെ കൈമില് പൊട്ട ടോർച്ച് ഉണ്ടാവും, പൊട്ട ക്യാമറ ഉണ്ടാവും. ഇങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആൾക്കാര്, ഇതിന്റെ ഉള്ളിലെ സംഭവങ്ങൾ എന്താന്ന് അറിയാനുള്ള ആൾക്കാര്, ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാര്, ഇവരെല്ലാം കൈമിൽ ഇമാതിരി പൊട്ടൻ ടോർച്ചും നടന്നു പോകുന്നുണ്ട്. I'm really not looking forward to this. കുറെ സമയം പോകുന്നത് നാളെ എത്തും. ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. എന്തിനാണ് നീ ഇങ്ങനെ നടന്നു പോകുന്നത് ഇത്ര കാര്യം? I don't know what that was. ഗൈസ് കാൽപാത, എന്തോ ഒരു കാൽപാത Breather. ഗൈസ്, കാൽപാദം. What the fuck? ഓടടാ, ഓട് കണ്ടം പോയി ഓട്. പരിസരത്ത് നിൽക്കരുത്, ഓടിക്കോ. ഓടി, ജീവനും കൊണ്ട് ഓട്. എന്തിന്റെ കേടേനു? ആരെങ്കിലും എന്നോട് പറക്ക എന്നോട് കയറ്റിട്ട് നോക്കാനേ ഇല്ലല്ലോ, നമ്മളാരും പറക്കില്ലല്ലോ. ഇടയ്ക്ക് ഇവന്റെ വരക്കാരെ ചോറ് തരുള്ളൂ, ഇന്ന് ഉച്ചക്ക് അതിനുള്ളിൽ കയറിയാലേ തരുള്ളൂ എന്നാലും പറഞ്ഞു എന്റെ അടുത്ത്. എന്തിന്റെ ആവശ്യത്തിന്? അവിടെയുള്ള വരക്കാരെ തീട്ട വെള്ളം പോകുന്ന വൈപ്പ് അങ്ങനെ തോന്നുന്നു, അതിന്റെ ഉള്ളിൽ അവൻ കയറി പോയിക്കേ. എന്തിന്റെ ആവശ്യത്തിന്? എനിക്കറിയത്തില്ല ഗൈസ്. പക്ഷെ അതിനുള്ളിൽ എന്തോ മിസ്റ്റീരിയസ് സൗണ്ട് കേട്ടു. എഡിറ്റിംഗ് ആയിരിക്കല്ല, അപ്പുറത്ത് പോനെ ഇവിടുത്തെ ചെരുപ്പിടാണ്ട് ആ വെള്ളം ചവിട്ടിട്ട് കാൽപ്പാത്തി ഇങ്ങനെ പതിയുന്ന രീതിയിൽ അങ്ങ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഓന്റെ അടുത്ത് ഓനോട് പറഞ്ഞ് ഞാൻ അവിടെ പകുതി എത്തുമ്പോ നീ കൂക്കിയിടാം. എന്റെ വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ വെച്ച് ഞാൻ നീക്കങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഇന്ന് മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ് ഗൈസ്, സ്ട്രോങ്. സോ പേടിക്കത്തില്ലേ മത്സാനത്ത് കണ്ടില്ല. കട്ടൻ കിടന്ന് ആടുന്നുണ്ട്, അതെന്താന്ന് എനിക്കറിയത്തില്ല. 2009 റെക്സി ബോയ് എന്ന യൂട്യൂബ് യൂസർ തന്റെ സുഹൃത്തുക്കളുമൊത്ത് കാട് കയറി. അങ്ങനെ കാടിനുള്ളിൽ ചുറ്റിക്കറങ്ങുമ്പോഴാണ് മരത്തിനു മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിചിത്ര രൂപത്തെ അവർ കണ്ടത്.
കേറിയ കാട് കേറിയവന്റെ അടുത്തുള്ള ക്യാമറ കണ്ട ക്രാച്ച് പിടിച്ച ക്യാമറ. ഇത് ഏത് കാലത്തെ വീഡിയോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്നാലും മിനിമം പണ്ടത്തെ ഫോണ് പോലെ ഇപ്പൊ എടുത്ത ഇതിന്റെ ക്യാമറ നോക്കുമ്പോ പണ്ട് ഇറങ്ങുന്ന ഫോണിനെ കണ്ട് ക്ലിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കുറെ ഫോണിന്റെ എല്ലാം. അത് വെച്ച് നോക്കുമ്പോ ഇവന് എന്തോന്നില എടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല. അടിച്ച് ചുമരോട് പറ്റിക്കാൻ തോന്നുന്നു. ഉണ്ടല്ലേ എന്തെങ്കിലും സൗണ്ട് ഒക്കെ ആയിരിക്കും നോക്കോ. What the hell is that? Behind you. ഇവരാരല്ല ഇത്. എനിക്ക് ഇവിടെ കണ്ടിട്ട് വീടിയ നീല കളറുള്ള ഒരുമാതിരി ബ്രാസിലെ പോലെ. നിങ്ങളെ ബാക്കിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? എന്താ സാധനം? പക്ഷെ പൗസ് ചെയ്തിട്ട് നോക്കിക്ക് കരടിയാണോ? ഇത്ര സൈസ് ആണെന്നുണ്ട്. ഇത്ര സൈസ് ഉണ്ട് കൈസ്. കരടിയാ തോന്നുന്നുണ്ട്. കരടി ഇങ്ങനെ നടക്കും ഒരുമാതിരി മനുഷ്യന്മാർ നടക്കുന്നത്. ആ കരടി ചെറുങ്ങനെ മനുഷ്യന്മാർ നടക്കുന്നത് നടക്കൂലേ കൈസ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ഇവിടെ ഒരുമാതിരി പ്രായത്തിനെ പോലെ ഉണ്ട് കൈസ്. എന്തായാലും ഇതെന്താ സംഭവം? ഇത് ഉടായ്പാണോ സ്ക്രിപ്റ്റ് ആണോ അല്ലെ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ വിശ്വസിച്ചോ? എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ വിശ്വസിക്കും. പൊയ്ക്കേ. അൺഎക്സ്പ്ലെയിൻഡ് മിസ്റ്ററി തിയേറ്റർ എന്ന യൂട്യൂബ് അക്കൗണ്ടിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ടത്. എല്ലാരും യൂട്യൂബ് അക്കൗണ്ടിലാ പോസ്റ്റ് ചെയ്തത്. ബിക്കോസ് അതിലിട്ടാലല്ലേ വ്യൂസ് കിട്ടുള്ളൂ. കണ്ടിട്ടാ മാത്രല്ലേ പൈസ കിട്ടുള്ളൂ. പൈസ മണി. രണ്ട് സുഹൃത്തുക്കൾ സൈക്കിൾ റൈഡ് ചെയ്യുന്നതും അപ്രതീക്ഷിതമായി കണ്ട് പേടിച്ചോടുന്നതും കാണാം. ഇവന്മാര് എവിടെ സാധനം? ഓ ഇവിടെ രണ്ടാള് സൈക്കിള് കൈസ്. ഫസ്റ്റത്തെ അവൻ കണ്ട ക്യാമറ സാധനം തിരിച്ച് ഇങ്ങോട്ടേക്ക് നോക്കുന്നപ്പോഴത്തേക്ക് മറ്റോ തുവച്ചട്ടി വിട്ടോടാന്ന് പഴിക്കാൻ എത്തിക്കും. ഇവരൊറ്റ പോക്ക് നല്ല ചങ്ങായിമാർ. റബ്ബറും തോട്ടാണ്. അപ്പൊ റബ്ബർ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ പാടത്ത് കോലം കുത്തത്തില്ലേ ഇങ്ങനെ കാക്ക വരാണ്ടിരിക്കാൻ ഒരു സാധനം ഇല്ലേ ചക്കയും വെച്ചിട്ട് അതുപോലത്തെ എന്തോ സാധനകാരം പൊയ്ക്കാണിത്. ഇന്റർനെറ്റിൽ നിലവിൽ ട്രെൻഡിങ് ആയ ഒരു വീഡിയോയാണ് ഇനി കാണാൻ പോകുന്നത്. ഇന്റർനെറ്റിൽ ട്രെൻഡിങ് ആയ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എമ്മാതിരി ട്രെൻഡിങ് ആയ വീഡിയോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലാത്ത ഈ വീഡിയോ നിങ്ങളെ അമ്പരപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. നിങ്ങളാരെ കണ്ടിക്ക് ഇങ്ങനത്തെ വീഡിയോ? ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാ. എന്തോന്നാണ് ഇത്? പെണ്ണുങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? മേക്കപ്പ് ആണോ? മേക്കപ്പ് അങ്ങനെ ഇട്ടതായിരിക്കല്ലേ? പുറാമുട്ടുന്നല്ലോ. പുറാമുട്ടുന്ന ഗൈസ്. മേക്കപ്പ് ഇട്ടതാ ഗൈസ്. ഇത് മേക്കപ്പ് ഇട്ടതാ. ഒരുമാതിരി വീട് എന്റെ മോനെ. ഉറക്കത്ത് വരെ എനിക്ക് കാണും ഇവളെ മുഖോ ചെലപ്പോ. കണ്ടല്ലേ ഇത്ര വൃത്തിയിട്ട സാധനം. മേക്കപ്പാ, പച്ച മേക്കപ്പാ. വിശ്വസിക്കരുത്. നോ 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 നോ. വിശ്വസിക്കരുത്. നോ 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 നോ. You ready? Yes. ഇതെന്ത് ഓജാപോടല്ലേ? What was that? Come on. Okay, so can you Hoja show model, yourself? bache. Can you actually Hoja start model moving? is- Thank you for moving the Video. ball, by the way, but can you actually Video. start moving Shirk things? video, video. Like communicate a little bit with us, like through this board. Is Through there the any board, possible way that you could probably communicate? communicate? Oh my God. Oh shit, baby. No, I'm done. Fuck that shit. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അത് നിങ്ങൾ തന്നെ
പറ്റുവാണെങ്കിൽ ഈ സാധനം മയക്കം കിട്ടുകയാണെങ്കിൽ ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്തു. എനിക്ക് എന്തായാലും ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല. കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഇല്ലെങ്കിൽ ഇല്ല. എനിക്ക് ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒന്നും എനിക്കില്ല. നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഈ ബോർഡ് എടുത്ത് ഒറ്റയ്ക്ക് നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയിൽ ചെയ്ത് നോക്കിക്കോ. ഇത് ഇല്ലാത്ത സാധനം വിളിച്ചു കൂട്ടുന്ന പരിപാടിയാണ് ഇത് ഗൈസ്. സോ ഇവക്ക് പ്രാങ്ക് കൊടുത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ടൈപ്പായിരിക്കും. വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കും. നമ്മളിന്ന് തീരുന്നവരെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഈ വീഡിയോന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കം. വിശ്വസിക്കാൻ പാടില്ല. കാണുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ അത് വിശ്വസിക്കുക ഗൈസ്. നല്ല ഇതുപോലത്തെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചത് ഗൈസ്. ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. കുറെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.